മകളെ, മഹാഭാരത യുദ്ധം 7-ാം ദിവസവും രൂക്ഷമായി നടക്കുകയായിരുന്നു. ഇത്രയും നാൾ നടന്ന യുദ്ധത്തിൻ്റെ ഫലമാകട്ടെ ഒട്ടേറെ മഹാരഥന്മാരെയും കണക്കറ്റ സൈനികരും കുതിര, ആന തുടങ്ങിയ എണ്ണമറ്റ മൃഗങ്ങളുടെയും മരണം മാത്രമായിരുന്നു സമ്മാനിച്ചത്. എന്നിട്ടും ഇരുപക്ഷത്തും വിജയം ഉണ്ടായില്ല. കൗരവപക്ഷത്ത് ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ തുടങ്ങിയവരെല്ലാം മുറിവുകൾ പറ്റി ക്ഷീണിതരാകുകയും പലതവണ യുദ്ധക്കളം വിട്ട് പോകേണ്ടിയും വന്നു. പാണ്ഡവപക്ഷത്തെ ഭീമസേനനും യുദ്ധക്കളത്തിൽ മുറിവേൽക്കുകയും മോഹാലസ്യം സംഭവിക്കുകയും ചെയ്തു. ഈ കഥകളെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രരെ യഥാസമയം അറിയിച്ചുകൊണ്ടിരുന്നു. ഭീമൻ്റെ മകനായ ഘടോൽക്കജൻ തൻ്റെ രാക്ഷസ സൈന്യവുമായി എത്തി കൗരവർക്കിടയിൽ നാശം വിതച്ചുകൊണ്ടിരുന്നു. ഘടോൽക്കജൻ്റെ മായായുദ്ധത്തിനു മുന്നിൽ കൗരവ സൈന്യം പകച്ചു നിൽക്കുന്നത് കണ്ട് ദുര്യോധനൻ ഭീഷ്മരുടെ മുന്നിലെത്തി ദുഃഖത്തോടെ പറഞ്ഞു: പിതാമഹ, യുദ്ധരംഗത്ത് പാണ്ഡവർക്ക് ശ്രീകൃഷ്ണൻ എന്ന പോലെയാണ് കൗരവർ അങ്ങയെ കാണുന്നത്. അങ്ങ് ആജ്ഞാപിക്കുന്നത് എന്തും കാത്ത് 11 അക്ഷൗഹിണി സൈന്യം എനിക്ക് പിന്നിലുണ്ട്. ഇന്ന് ഘടോൽക്കജനെ മുന്നിൽ നിർത്തി പാണ്ഡവർ നമ്മെ പരാജയപ്പെടുത്തി. ആ രാക്ഷസനെ വധിക്കാൻ അങ്ങയ്ക്ക് കഴിയില്ലേ? അങ്ങ് മനസ്സുവെച്ച് ആ നീചനെ വധിക്കണം. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഭീഷ്മർ പറഞ്ഞു: മകനെ, നീ രാജാവാണ്. രാജാക്കന്മാർ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. നീ പാണ്ഡവരുമായി പോരാടൂ. ബാക്കിയുള്ളവരെ നോക്കാൻ ഞങ്ങളിവിടെയുണ്ട്. ഭീഷ്മർ ഭഗദത്തിനെ വിളിച്ചു പറഞ്ഞു: രാജാവേ, അങ്ങ് ഘടോൽക്കജനെ വധിക്കണം. ഭീഷ്മരുടെ ആജ്ഞ കിട്ടിയപ്പോൾ ഭഗദത്തൻ ഘടോൽക്കജനെ തേടി പോയി. പാണ്ഡവപക്ഷത്തെ ഒരു കൂട്ടം രാജാക്കന്മാരെത്തി ഭഗദത്തിനെ തടഞ്ഞു. അയാൾ ഭീമന് നേരെ തിരിഞ്ഞു. ഭീമൻ ഭഗദത്തൻ്റെ ആനയ്ക്ക് ചുറ്റുമായി നിന്ന അസംഖ്യം സൈനികരെ കാലപുരിക്കയച്ചു. ഭഗദത്തൻ ആനയെ ഭീമന് നേരെ അയച്ചു. പാണ്ഡവർ ഒന്നടങ്കം നിന്ന് ആനയെ തടഞ്ഞു നിർത്തി. എന്നിട്ടും ആനയുടെ ചവിട്ടേറ്റ് ധാരാളം കുതിരകളും രഥങ്ങളും കാലാളുമെല്ലാം പാണ്ഡവർക്ക് നഷ്ടമായി. കുപിതനായ ഘടോൽക്കജൻ ഭഗദത്തനെ എതിർത്തു. ഭഗദത്തൻ ഒരു ശക്തി ഘടോൽക്കജന് നേരെ പ്രയോഗിച്ചു. ഘടോൽക്കജൻ അത് പിടിച്ചെടുത്ത് ചവിട്ടി ഓടിച്ചു. ക്ഷമകെട്ട ഭഗദത്തൻ ഭീമൻ്റെയും ഘടോൽക്കജൻ്റെയും അഭിമന്യുവിൻ്റെയും നേർക്ക് ഒരേ സമയം ശരങ്ങൾ പായിച്ചു. ഭഗദത്തൻ്റെ ബാണമേറ്റ് ദ്രൗപദിയുടെ ചില പുത്രന്മാർക്ക് മുറിവ് പറ്റി. ഭീമന് നേരെ വന്ന ശരങ്ങളേറ്റ് ഭീമൻ്റെ കുതിരകളും തേരാളിയും ചത്തുവീണു. ഭീമനും മുറിവ് പറ്റിയിരുന്നു. അയാൾ അല്പസമയം ഒന്ന് വിശ്രമിച്ചു. പെട്ടെന്ന് തന്നെ തളർച്ച മാറ്റി ഭീമൻ യുദ്ധസന്നദ്ധനായി. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് അർജുനനും ശ്രീകൃഷ്ണനും ഭീമൻ്റെ സമീപം എത്തി. അപ്പോൾ അർജുനനോട് അയാളുടെ മകനായ ഇരാവാൻ മരിച്ച വിവരം ഭീമൻ അറിയിച്ചു. നാഗകന്യകയായ ഉലൂബിയിൽ അർജുനന് ജനിച്ച മകനായിരുന്നല്ലോ ഇരാവാൻ. അയാളുടെ മരണം അർജുനനിൽ ഒരു നടുക്കമുണ്ടാക്കി. പാർത്ഥൻ കൃഷ്ണനോട് പറഞ്ഞു: കൃഷ്ണ, ഈ മഹായുദ്ധം കുരുവംശത്തിൻ്റെ നാശത്തിനും സൈന്യങ്ങളുടെ മരണത്തിനും കാരണമാകുമെന്ന് വിതുരൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ദുർവൃത്തരായ ശകുനിയുടെയും കർണൻ്റെയും വാക്കുകൾ കേട്ട് ദുര്യോധനൻ എല്ലാ നാശങ്ങളും വിളിച്ചു വരുത്തി. മഹാരഥന്മാർ എത്രയോ മരിച്ചു. ജീവിതം ആരംഭിച്ചിട്ടില്ലാത്ത എത്രയധികം യുവാക്കൾ, എത്രയെത്ര സൈനികർ, ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ ആനകളെയും കുതിരകളെയും കൊന്നൊടുക്കി. എനിക്ക് ഈ യുദ്ധത്തെ അംഗീകരിക്കാൻ കഴിയില്ല. സഹോദരങ്ങളും പുത്രന്മാരും ഗുരുതുല്യരായവരുമൊക്കെ മരിച്ചു വീണിട്ട് വിജയിക്കുന്ന ഈ യുദ്ധം കൊണ്ട് എന്ത് ഫലമാണ് ലഭിക്കാൻ പോകുന്നത്? പക്ഷേ ഞാനിത് പറഞ്ഞാൽ കൗരവർ എന്നെ ഭീരുവെന്ന് വിളിച്ച് അധിക്ഷേപിക്കും. അർജുനൻ്റെ രഥം പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ തന്നെ കൗരവപക്ഷത്തെ രഥസൈന്യത്തിലുള്ളവർ വിറയ്ക്കുവാൻ തുടങ്ങി. എന്നാൽ ഭീഷ്മരും കൃപരും ചേർന്ന് അർജുനനെ എതിർത്തു. ഈ സമയത്തെല്ലാം ഭീമസേനൻ കൗരവസൈന്യത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ഭീമനോട് ഏറ്റുമുട്ടുവാൻ വന്ന അങ്ങയുടെ പല പുത്രന്മാരെയും ഭീമൻ ശരങ്ങളാൽ യമലോകത്തേക്ക് അയച്ചു. ഭീമനോട് ഏറ്റുമുട്ടാൻ വന്നവർ യുദ്ധഭൂമിയിൽ നിന്നും ഒളിച്ചോടി. ദ്രോണാചാര്യർ പ്രയോഗിച്ച ശരങ്ങളെല്ലാം ഭീമൻ നിഷ്പ്രഭമാക്കി. ഭീമൻ്റെ ഈ യുദ്ധവൈഭവം ദേവസൈന്യത്തെ പോലും അത്ഭുതപ്പെടുത്തി. ഭീഷ്മരും ഭഗദത്തനും കൃപരും ഒന്നിച്ച് തടഞ്ഞിട്ടും അർജുനനെ പിന്മാറ്റാൻ കഴിഞ്ഞില്ല. പാർത്ഥൻ്റെ ചാപത്തിൽ നിന്നും ശരങ്ങൾ പാഞ്ഞുകൊണ്ടേയിരുന്നു. അതേറ്റവരെല്ലാം കാലപുരി പോയി. ഇരുഭാഗത്തും ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായി. മഹാരഥന്മാരായ രാജാക്കന്മാർ പലരും മരിച്ചു വീണു. യുദ്ധരംഗം ഇരുണ്ടു തുടങ്ങിയപ്പോൾ ഇരുവിഭാഗവും യുദ്ധം നിർത്തി താന്താങ്ങളുടെ പടകുടീരത്തിലേക്ക് മടങ്ങി. സഞ്ജയൻ പറഞ്ഞു: രാജാവേ,
യുദ്ധത്തിൽ ക്ഷീണിതരായെങ്കിലും അങ്ങയുടെ പുത്രന്മാർ വെറുതെ ഇരുന്നില്ല. അവർ എല്ലാവരും കൂടി കർണൻ്റെ അടുത്തെത്തി പാണ്ഡവരെ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു. ദുര്യോധനൻ ചോദിച്ചു, കർണ, മഹാരഥന്മാരായ ഭീഷ്മരും ദ്രോണരും കൃപരും ശല്യരുമൊക്കെ ഉണ്ടായിട്ടും എൻ്റെ സൈന്യത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. അവർ ദേവന്മാരെക്കാൾ ശക്തരായിരിക്കുന്നു. പാണ്ഡവരെ വകവരുത്താൻ എന്തെങ്കിലും ഒരു മാർഗം താങ്കളുടെ പക്കലുണ്ടോ? ദുര്യോധനൻ്റെ അഭ്യർത്ഥനയ്ക്കുള്ള മറുപടിയായി കർണൻ പറഞ്ഞു, രാജാവേ, നിങ്ങൾ വിഷമിക്കാതിരിക്കണം. ഞാൻ നിങ്ങളുടെ സഹായത്തിനുണ്ട്. പക്ഷേ ഭീഷ്മർ ആയുധം താഴെ വെക്കാതെ ഞാൻ യുദ്ധത്തിനിറങ്ങില്ല. നമ്മുടെ മഹാരഥന്മാർക്കെല്ലാം പാണ്ഡവരോട് ആണ് മമത. അങ്ങ് ഭീഷ്മരെ കൊണ്ട് ആയുധം താഴെ വയ്പ്പിക്കൂ. എല്ലാ സൈനികരെയും അടക്കം ഞാൻ പാണ്ഡവരെ ഒന്നാകെ വധിക്കാം. ദുര്യോധനൻ പറഞ്ഞു, കർണ, ഞാനത് ചെയ്തു തരാം. നടന്നാൽ പിന്നെ നിങ്ങൾ വേണം നമ്മുടെ സർവ്വസൈന്യാധിപനാകാൻ. ദുര്യോധനൻ സഹോദരന്മാരെ എല്ലാം കൂട്ടി ഭീഷ്മരുടെ മുന്നിലെത്തി അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങിയിട്ട് കണ്ണീരോടെ പറഞ്ഞു, പിതാമഹ, ഞങ്ങളോട് കരുണ കാണിക്കണം. അങ്ങയോളം ശക്തനായ ഒരു വില്ലാളി വേറെയില്ല. ദേവന്മാർ പോലും അങ്ങയ്ക്ക് തുല്യരല്ല. എന്നിട്ടും പരാജയം ഞങ്ങളെ മാത്രം പിടികൂടിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പാണ്ഡവരോടുള്ള അങ്ങയുടെ ദയവ് മാറ്റിവെച്ച് കർണനെ സർവ്വസൈന്യാധിപനാക്കണം. പിന്നെ എല്ലാ കാര്യവും അയാൾ നോക്കിക്കൊള്ളൂ. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ മകൻ്റെ വാക്ക് കുറിക്കുകൊണ്ടു. ഭീഷ്മരുടെ മുഖം മ്ലാനമായി. അദ്ദേഹം പറഞ്ഞു, മകനെ സുയോധന, ഞാൻ എൻ്റെ എല്ലാ ശക്തിയും എടുത്താണ് യുദ്ധം ചെയ്യുന്നത്. എന്നിട്ടും നീ ഇത്തരത്തിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണല്ലോ പറയുന്നത്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നതില്ലേ, അർജുനൻ ദേവന്മാരെക്കാളും ശക്തനാണ്. അവനെ ആരാലും പരാജയപ്പെടുത്താനാവില്ല എന്നും ഞാൻ നിൻ്റെ ഇച്ഛ അനുസരിച്ചേ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ട് നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു. മകനെ, നിനക്കറിയില്ല, ഇന്ദ്രദേവനെ പോലും അർജുനൻ തോൽപ്പിച്ചുകൊണ്ടല്ലേ ഖാണ്ഡവവനം ദഹിപ്പിച്ചത്. നിങ്ങളെ ഗന്ധർവന്മാർ ബന്ധനത്തിലാക്കിയപ്പോൾ അർജുനനല്ലേ നിങ്ങളെ മോചിപ്പിച്ചത്. അന്ന് ഈ പറയുന്ന കർണനും മറ്റ് ശൂരന്മാരുമൊക്കെ ഒളിച്ചോടുകയായിരുന്നില്ലേ? സുയോധന, നീ ഒന്നോർക്കുക, ഗാന്ധിവമേന്തിയ പാർത്ഥനോടൊപ്പം ശംഖചക്ര ഗദാദികൾ ധരിച്ച സാക്ഷാൽ മഹാവിഷ്ണുവാണ് കൃഷ്ണനായി ഉള്ളത്. കുഞ്ഞെ, കർണൻ എന്നല്ല ഏതൊരു സമർത്ഥനായ വില്ലാളിക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ആയുധം തൊടുന്നില്ലെങ്കിലും ഭഗവാനോളം ശക്തമായ ഒരായുധം പാണ്ഡവർക്ക് വേറെയില്ല. സുയോധന, ശിഖണ്ഡിയെയും പാണ്ഡവരെയും ഒഴികെ മറ്റ് എല്ലാ യോദ്ധാക്കളെയും ഞാൻ വധിക്കും. ശിഖണ്ഡിയുടെ കഥ നിനക്കറിയില്ലേ? അയാൾ മുമ്പ് ദ്രുപദന് ജനിച്ച ഒരു മകളായിരുന്നു. അതിനാൽ എൻ്റെ ജീവൻ പോയാലും ഞാൻ അയാൾക്കെതിരെ പൊരുതുകയില്ല. പാണ്ഡവരെ വധിക്കില്ല എന്നത് എൻ്റെ ശപഥമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പാണ്ഡവർക്കൊപ്പം നിൽക്കുന്ന സകലരെയും ഞാൻ വധിക്കും. അല്ലെങ്കിൽ അവരുടെ കൈകളാൽ ഞാൻ വീരസ്വർഗം പ്രാപിക്കും. മകനെ, നീ സമാധാനമായി ഉറങ്ങുക. നാളെ പാണ്ഡവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു യുദ്ധം ഞാൻ ചെയ്യുന്നതാണ്. ഭീഷ്മരെ വണങ്ങിയിട്ട് ദുര്യോധനൻ അടുത്ത ദിവസം യുദ്ധത്തിന് അണിനിരത്തേണ്ട വ്യൂഹത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സേനാനായകന്മാരോട് പറഞ്ഞു, നാളെ ഭീഷ്മ പിതാമഹൻ സോമകത്തിലെ രാജാക്കന്മാരെയെല്ലാം വധിക്കും. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, 8-ാം ദിവസത്തെ യുദ്ധമാണ് ഇനി അരങ്ങേറേണ്ടത്. അതില്ലെങ്കിലും കുറച്ചു നാളായി അകന്നു നിൽക്കുന്ന വിജയം തങ്ങൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അങ്ങയുടെ മക്കൾ പടകൊടീരങ്ങളിൽ പ്രവേശിച്ച് നിദ്രയെ കാത്ത് കിടന്നു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.